മെല്ലെ 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 ഇറക്ക് മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലായിടത്തും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുലച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വെക്കും? ഇന്നലെ ഈ രാഘവന്റെ കാല് ഞാൻ പിടിച്ചാണ് മുതലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യുമോ മുതലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം വരെ നന്നാവില്ലടാ. അയ്യോ വിശ്വാമിത്ര മഹർഷി, ശവിക്കല്ലേ. ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ ആണത്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണാ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടല്ലേ. അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ ഞമ്മൾ രണ്ടാളും ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക. പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണം? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്ത? ഇവൻ വെറുതെ പറയുന്നത്. അത് നല്ല കുട്ടിയാ. പോണാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ? പടച്ചോനാണ് മുത്തു മോനെ. ധാരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയ. എന്തായി? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അറിയാന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ?
വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? കൈ അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു കയ്യൊന്ന് വിടോ. നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ കയ്യൊന്ന് വിടാനാ പറഞ്ഞത്. ഉടക്കല്ലേ? നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നു എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായനെ? നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കയറ്റും അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. അതെ, എന്നിട്ട് എന്നെ കയറി പിടിക്കാൻ വന്ന്. ഈ എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും ആരാര് അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമും ഈ രാഘവനും. ദാ, അനാവശ്യം പറയരുത് കേട്ടോ. ദാദാ, ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം നീ പറഞ്ഞു. പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു. നീയാ ഞാൻ പറഞ്ഞു. പറഞ്ഞ ഈ കുട്ടി നല്ല ആ, കുട്ടിയാണ്. ഞാനും അത് നിങ്ങളാ പറഞ്ഞത്. ഒരുപാട് രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. നബിൽ എന്റെ ബാക്കി എടുക്കണം. അടിക്കല്ലേ, അടിയുടെ കൂടല്ലേ, അടിക്കല്ലേ. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിനും ഞാൻ വിഷം തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാനും ചാവും. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. വേണ്ട വരുന്നതേ ഒരു ചമലക്കളി. അളിയ, വണ്ടി കൊള്ളാം. ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോം കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല. ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേരും. പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി അങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. നമ്മൾ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? ലത. നൈസ്. കുട്ടിക്ക് ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. കളവും നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്കാം. ഒന്ന് വിട്ടേ. വേണമെങ്കിൽ ബസ് വാരി ഓടിക്കൊണ്ടിരിക്കാതെ കേറണേ. പോട്ടെ, റൈറ്റ്. വണ്ടി വിടമ്മാവാ. എവിടാ നിങ്ങക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവാ. വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമാവാ. വിടമ്മാവാ. പെട്രോളൊക്കെ ഉണ്ടല്ലോ, ജാലിയായിട്ട് വിട്ടു പോ. എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോണ്ടത്. വലത്തോട്ടാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേ
അപ്പൊ എടുത്തോട്ട് ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ. ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓടാൻ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്നത് മോശമാണ്. ഇതോ പാചമല്ലേ? അയ്യോ അയ്യോ അയ്യോ. ചുമലിന് കൈയ്യട് അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. ആൾക്കാർ കാശേട് 3 പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ ആ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആ അതാണല്ലോ തന്നെ ഓടിയിട്ട് അവരെ അങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? നാളെ വീട്ടിൽ നിന്ന് മണിയോർ വരും. ഭയങ്കരം തന്നെ. സപ്പോസ് മണിയോർ വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ ആ. ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ടെ. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും പറയുമായിരുന്നു. 365 രൂപ തന്നിട്ട് അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. അതാ നല്ലത്. അതന്നെ നല്ലത്. ആൾക്കാർ കാണട്ടെ. നീ വാങ്ങിച്ചല്ലേ? ആൾക്കാർ കാണട്ടെ. ഇവിടെ നോക്ക്. നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാരിയല്ലൂരി എന്റെ കടക്ക് ഞാൻ കൂര പണി. അളിയാ ഒരു കോളുണ്ട്. 2 നല്ല കിണ്ണം ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുക. വല്ല കിളവികളും ആയിരിക്കും. വാടാ. എടാ നീ വരുന്നില്ലേ? വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ? ആ മോശമാണ്, നീ വരണ്ട. അല്ല ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം? എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. എവിടെയാണ്? കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണേ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ? നമ്മുടെ മറ്റേ കക്ഷി. ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? നമുക്കൊന്ന് കൊളുത്താം. വയസ്സുകാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി? കുളിച്ചാ ശരിയാവൂല, തലയെ പുരട്ടിക്കുന്ന ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ. ഒരു റെക്കമെൻഡേഷൻ. വേണോ അമ്മാവോ? പിള്ളേർ പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞ ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. വരാട്ടെ. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്താൽ. ആ എടി കേട്ടോ, ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അങ്ങോട്ട് വാ. ഇതതിനെയാണോ? അതൊന്ന് നോക്കട്ടെ. അല്ല ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. പിന്നെ ഏറുള്ളത്. ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടതൊന്നും മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇത്? ഇതെന്താ ഇതെന്ന്? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ പിന്നെ ഓലക്കമ്മിൽ കളി അടിച്ച് കണ്ണിന് സിൽവർ നമ്മൾ ചേട്ടാ ചേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ.
ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവേ? അല്ല, ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു 5-10 കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു 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 സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ളാത്തന്നെ സൂക്കേട്. കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ഇങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചൂന്നേ. വാലൻസ് വാലൻസ്. ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. ചാടി ചാടി സൈക്കിള് പിടി. ചാട്, വേഗം ചാടറേ. ചാട്. നീയൊക്കെ പോലീസാ? അയ്യോ, നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ്? ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടറെ വിളിക്കുന്നു. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആകാൻ മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒഴിവിനനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ? അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ? അല്ല, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചെയ്തിട്ടുണ്ട്.